നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഷാഡോഫെക്സ് വ്ലോഗ് നമ്പർ 32 നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. രാവിലെ ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ഇനി ഈ വെള്ളം എടുത്ത് വയ്ക്കണം. ഇത് ഫുഡാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ എയർ കുറവാണ്. എന്തായാലും എയർ അടിക്കാം കേട്ടോ. എയർ അടിച്ചിട്ട് പോ. രാവിലെ തന്നെ ഇവിടെ പമ്പുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് വെച്ച് അടിക്കാം. ആരും വരയൊന്നുമില്ല, അതാണ് നല്ലത്. നാൽപ്പത്തിമൂന്നാണ് ഗൈസ് ഞാൻ അടിക്കുന്നത്. എയർ ഇല്ല കേട്ടോ, 13 ഉള്ളൂ. എയർ ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ, 13 ഉള്ളു. അപ്പൊ ഗൈസ് നമുക്ക് പോവാം, നേരെ പോവാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പറയണത് ചുള്ളിമാനൂരാണ് കേട്ടോ. ടോൾ ജംഗ്ഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. അലങ്കാർ പ്യുവർ വെജ് ആണ് കുറവ് പോകുന്നത് കേട്ടോ. ഗൈസ്, അപ്പം കുറച്ചാൾ മുമ്പ് വന്നൊരു കമന്റ് ആണ് കേട്ടോ. ഞാൻ പറയണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. അപ്പൊ കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിരുന്നു, ഉണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഉടായിപ്പനാണെന്നാണ് പറയണം. ഒരാൾ കമന്റ് ചെയ്തിരിക്കണം. ഷാഡോഫെക്സിന് ഫുഡ് ഡെലിവറി ഇല്ല, കൊറിയർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് അറിയാം. ഷാഡോഫെക്സിന് കൊറിയർ മാത്രമേ ഉള്ളൂ, ഫുഡ് ഡെലിവറി ഇല്ല, ഞാൻ ഉടായിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയണത്. ഞാൻ വീഡിയോയിൽ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ വർക്ക് ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വർക്ക് ചെയ്യണം, ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ഗൈസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടാകുന്ന, ഞാൻ ഇങ്ങോട്ട് നമ്മുടെ ചേർന്നാൽ കൊള്ളാമോ, ഷാഡോഫെക്സിൽ ജോയിൻ ചെയ്താൽ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യും, ഇങ്ങനെ പറയണുള്ളൂ. അല്ലാതെ നിങ്ങളിത് വർക്ക് ചെയ്യണം, നിങ്ങളിതിൽ വർക്ക് ചെയ്തേ പറ്റൂ എന്ന് ഞാൻ ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കമന്റ് ചെയ്തൊക്കെ എങ്ങനെയാണ്, ഇതാണ് പ്രശ്നം. കാരണം മുക്കിലും മൂലയിലും വന്ന് കണ്ടിട്ട് പിന്നെ ഫുൾ വീഡിയോ കാണൂല, അങ്ങും വന്ന് കണ്ടിട്ട് നമ്മളെ കുറ്റം പറയാൻ വേണ്ടി ഇറങ്ങി. ഇതിപ്പോ മൂന്നാമത്തെ കണ്ട നെഗറ്റീവ് കമന്റ് ആണ്. ആദ്യം വന്നത് തെറിയാണ്, അത് ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നല്ല മൊട്ടൻ തെറിയാണ് വന്നത്, അത് ഞാൻ പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങ് ഒഴിവാക്കി. നമ്മൾ ഇതിനൊക്കെ ഇത് പറയാൻ നിന്ന പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഗൈസ്, ഫുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ നമ്മ കൊടുക്കാളെന്ന് പറഞ്ഞാൽ ഉള്ളൂരാണ് കേട്ടാ. ഉള്ളൂര് ആണ് കൊടുത്തേക്കണേ. മെഡിക്കൽ കോളേജ് റൂട്ടാണ് കാണിക്കണേ. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്, 3 കിലോമീറ്റർ ഉണ്ട്. ഗൈസ്, ഇപ്പം 37 കിട്ടിയത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ഹോട്ടൽ ആര്യാസ് ആണ് കേട്ടോ. നമ്മൾ അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഫുഡ് റെഡി ആയിട്ടില്ല, റെഡി ആവട്ടെ. ഗൈസ്, അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഈ മസാല ദോശ വടയാണ് കേട്ടോ.
ഗൈസ് അപ്പം നല്ല മഴയ്ക്കുള്ള കോളമുണ്ട്, പക്ഷെ പെയ്യില്ല, ചെറുതായിട്ട് ചാറിനേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് 2.6 കിലോമീറ്റർ ഉണ്ട് പ്ലാമൂടാണ് കൊടുക്കാനുള്ളത്. രാവിലെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മഴ പെയ്യണം, പക്ഷെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, പക്ഷെ സർജ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എന്താണ് കാര്യം എന്ന് പറഞ്ഞൂടാ. ഗൈസ് അപ്പൊ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് ആണ് കാണിക്കുന്നത്. മഞ്ചാടി വിള. ശരി പോ ഗൈസ്. അപ്പൊ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 29 രൂപയാണ് കിട്ടിയേട്ടാ. അപ്പൊ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ഹോട്ടൽ അരുണ. പോകൂലേ ഗൈസ്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. 89:13 കേട്ടോ. ഓ ഫുഡ് എടുത്തിട്ടുണ്ട്. 8 ദോശയും ഗീ റോസ്റ്റും ആണ് ഐറ്റം. ഇപ്പൊ കൊടുക്കാനുള്ളത് മരുന്നും കുഴി. ഇവിടുന്ന് 4.4 കിലോമീറ്റർ ഉണ്ട് ഗണപതി ക്ഷേത്രം കേട്ടോ. സിഗ്നൽ ഒന്നും കാണാനില്ല, കയറി പോകാമായിരിക്കും. നമുക്ക് റൈറ്റ് ആണ് പോവാനുള്ളത്, ഇങ്ങോട്ടാണ് പോവാനുള്ളത്, കവടിയാർ ഭാഗത്തോട്ടാണ് പോവാനുള്ളത്. ഗൈസ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് 500 മീറ്ററും കൂടെ ഉള്ളു കേട്ടോ. എന്നോട് ആട്ടം പോട്ട് പാലടാ എന്നാട്ടം അടിയേ யாருக்கிட்ட மோதிக்கிட்டு கேட்டு பார்த்தி படவா பகவா கஷ்டாரு ஜோதிடா கூட ஆடுடா കസ്റ്റമറിന്റെ ലൊക്കേഷൻ എത്തി കേട്ടാ. കഴിച്ച അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 36 രൂപയാണ് കിട്ടിയേട്ടാ. ഒരു ഓർഡർ ക്യാൻസലായി, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ക്യാൻസലായി. അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല, ഉടനെ അടിക്കും തോന്നുന്നു കേട്ടോ. കഴിച്ച അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗണേഷ് ഭവനാണ് കേട്ടോ, പൂജപ്പുര, കൊച്ചൂർ റോഡിൽ. അവിടുന്ന് യൂട്ടേൺ എടുക്കണം, യൂട്ടേൺ എടുത്തിട്ട് പോവാം. ശബരിമലയുടെ താളം മംഗളവും സമുദായം. ഗൈസ് അപ്പം നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി അങ്ങോട്ട് നൈസായിട്ട് ഒതുക്കാം കേട്ടോ. ഐറ്റം എന്ന് പറയുന്നത് പൂരി സെറ്റും ചായയാണ് കേട്ടോ. ഇപ്പൊ കൊടുക്കാനുള്ള കൈരളി നഗർ, നാരിയൻചിറ, എവിടെയാണെന്ന് തോന്നുന്നു. ഗൈസ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസേ സ്പാർക്ക് പ്ലഗ് ഊരി ക്ലീൻ ചെയ്ത് ഇട്ട് കേട്ടോ. അതിനുശേഷം വണ്ടിക്ക് കുറച്ചുകൂടെ ഒരു വലിവുണ്ട്, കുറച്ച് സ്മൂത്ത് ഉണ്ട് എഞ്ചിനെ. നേരത്തെ എൻ്റെ ശകലം ഒരു സൗണ്ട് വ്യത്യാസമുണ്ട്. ഇവിടുന്ന് 3.6 കിലോമീറ്റർ ഉണ്ട്. അതിന്റെ കൂടെ തിരക്കുമുണ്ട്. ഓ പേടിച്ചേനാട്ടാ, ശരി പോന്നെ. എന്നോട് എൻ്റെ കൂടെ പാട്ട് പാടല്ലെന്നാണ് പറഞ്ഞത്.
പക്ഷെ പാടിപ്പോവും ഗായ്സ്. ചില സമയത്ത് നമ്മൾ പാട്ട് പാടിപ്പോവും. പാട്ട് പാടണം. ഒരു മഴ എങ്ങനെയാണെന്ന് കറങ്ങുന്നുണ്ട്, എപ്പോ വേണമെങ്കിലും പെയ്യാം. ഗായ്സ്, അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ. മഴയും പെയ്ത് കേട്ടോ. ഞങ്ങളെ മഴയ്ക്കൊന്ന് താമസിച്ച് പെയ്തുകൂടി. ഗായ്സ്, ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യാമറ ചാർജ് ചെയ്യുന്നു. ഗൈസ്, അപ്പം നമുക്ക് ഇന്നലെ ബാക്കി വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല മഴയായിരുന്നു, ക്യാമറ ചാർജ് ചെയ്യുന്നു, പിന്നെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ട ഭാഗം വരെ ഉള്ളൂ, അതിനുശേഷം പിന്നെ എടുത്തില്ല. ഇന്നലെ നമ്മൾ ടോട്ടൽ ഓടിയത് 7.52 മണിക്കൂറാണ് നമ്മൾ ടോട്ടൽ ഓടിയത്. അപ്പോൾ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 403 രൂപയാണ് ഏണിങ്സ്. 11 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം ക്യാൻസലായിപ്പോയി. അതായത് ഓവർ അടിച്ചപ്പോൾ തന്നെ ക്യാൻസലായിപ്പോയി. നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതിന് മുമ്പ് തന്നെ ക്യാൻസലായിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ കുറച്ചേ ഉള്ളൂ, എങ്കിലും നിങ്ങൾ പരമാവധി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഓക്കെ.